പേടറാം സർ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ലഡ്ഡു സിംഗ് സാറിന്റെ അടുത്ത് ഇൻഫോം ചെയ്യൂ. ഓക്കെ ശിവ. Shiva, 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 Shiva. എന്തിനാണ് വഴി തടഞ്ഞു നിൽക്കുന്നത്? മര്യാദക്ക് വഴിന്ന് മാറി നിൽക്കേ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. Allow me to introduce myself. I am Shiva. നിങ്ങളുടെ ഡ്രൈവിംഗ് കാരണം ആക്സിഡന്റ് ആയി. വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂ. ഞങ്ങള് വന്നില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? നീ കേട്ടല്ലോ. ചെന്ന് അവനെ ഒന്ന് ശരിയാക്കി കൊടുക്കേ. നീ ഇപ്പൊ ശരിയാക്കാം. എന്റെ അടുത്ത് നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല. ഞാൻ നിങ്ങളെ പാഠം പഠിപ്പിക്കും. നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ എന്നും ഓർമ്മിക്കും. ചിലപ്പോ എനിക്ക് അത്യാവശ്യം വന്നാലോ. എന്റെ പരിധിയിൽ നീ സിഗ്നൽ വെട്ടിച്ചു, എന്നിട്ട് ആക്സിഡന്റ് നടത്തി. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും സിഗ്നൽ വെട്ടിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഉള്ളവർ പറയും അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുമെന്ന്. പിന്നെ അവർ ഒരിക്കലും സിഗ്നൽ വെട്ടിക്കൂല. അവര് കാർ ഓടിക്കുന്നതന്നെ മതിയാക്കും. ഒരുപാട് സംസാരിക്കുന്നു ഇൻസ്പെക്ടർ. ഞാൻ ബോഡി ബിൽഡറാണ്. ഞാൻ ബോഡി മാത്രമല്ല, ചിലപ്പോ ബിൽഡിങ്ങും ചെയ്യും. അവനാണ് കാർ ഓടിച്ചിരുന്നത്. അവന്റെ പേര് രാധ എന്നാണ്. അവനെ പിടിച്ച് എന്ത് ശിക്ഷ കൊടുക്കണമെങ്കിലും കൊടുത്തോളൂ. പിന്നെ കുട്ടി, നിന്നെ ഞാൻ മറക്കില്ല, കേട്ടല്ലോ. ഞാൻ ബോഡി മാത്രമല്ല, ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവന്റെ ഓർമ്മ സിമന്റ് പോലെ ഉറപ്പുള്ളതുമായിരിക്കും. ബോസേ, ഇത് എന്തുവാ ചെയ്ത്? ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചല്ലോ. ഞാൻ ബോഡി മാത്രമല്ല, ബിൽഡിങ്ങും ചെയ്യുന്നവനാണ്. ബോഡി ഉണ്ടാക്കുന്നവന് എടുത്തുചാട്ടം കൂടുതലായിരിക്കും, എന്നാൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവനോ ആലോചിച്ച് ഓരോന്നും ചെയ്യൂ. ബാബു, ടെൻഷൻ കൂടിയ പാളിച്ചകൾ സംഭവിക്കും. എന്റെ ആൾക്കാർ കുടുങ്ങിയാലും തിരിച്ചു വരുമെന്ന് അറിയില്ലേ? എന്നാൽ ഈ നഗരത്തിലുള്ള ഓരോരുത്തരന്മാരും ഈ നഗരം വിട്ടു തന്നെ ഓടാൻ പോവുകയാണ്. എന്ത് ഓരോരുത്തന്മാരും ഓടാൻ പോവുകയാണെന്നോ? എന്നാ അതെന്തിനാ ബോസ്? നിങ്ങൾക്കറിയോ, ബോഡി ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് ഉണ്ടാക്കുക. എന്നാൽ ഒരു നഗരം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സ്ഥലം ആവശ്യമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള പെർഫെക്റ്റ് സ്ഥലം അതാണിത്, വേദ നഗരം. ഇതിന്റെ 4 വശങ്ങളും മലകളാണ്. സമുദ്രവും നദികളും കൂടിച്ചേർന്ന് കിടക്കുകയാണ്. അപൂർവമായ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കിട്ടും. ഇവിടെ ഞാൻ കെട്ടിപ്പടുക്കും എന്റെ ഡ്രീം സിറ്റി. ബോസ് പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ ആ വേദ നഗരം മുഴുവൻ എങ്ങനെ നമ്മൾ ഒഴിപ്പിക്കുക? ഭൂതങ്ങളുടെ സഹായത്തോടെ. ഭൂതങ്ങളുടെ സഹായത്തോടെ? അതെ, ഭൂതങ്ങളുടെ സഹായത്തോടെ. ഞാനിപ്പോ കുറച്ച് ഭൂതങ്ങളുമായിട്ട് കൂട്ടുകെട്ടിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് എന്റെ കൂട്ടുകാരൻ സയന്റിസ്റ്റ് ഊജിലാലിന്റെ പുതിയ കണ്ടുപിടുത്തമാണിത്. ബോസേ, അപ്പൊ അത് ശരിക്കുള്ള ഭൂതം അല്ല അല്ലേ? ഞങ്ങള് ശരിക്കും പേടിച്ചു പോയി. ഈ പേടിയാണ് ഇവിടെയുള്ളവരെ ഓടിപ്പിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് കണ്ടു പേടിച്ചില്ലേ? അപ്പൊ സാധാരണ ആൾക്കാരുടെ കാര്യം എന്തായി മാറും? അവരൊക്കെ വലിയ വലിയ വിവരദോഷികളല്ലേ? അവരോരോരുത്തരും പേടിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകും.
പിന്നെ അവര് പോയ വഴിക്ക് ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഏയ്, ഡോഗി. ശിവ, ഇതെന്താ പെട്ടെന്നൊരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നത്? പക്ഷെ രാത്രി ഇത്ര സമയമായല്ലോ. ഈ സമയത്ത് ആരാണ് കുതിര ഓടിക്കുന്നത്? ഭൂതം ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. വളരെ ദുഃഖകരമായ ഒരു കാര്യം, നമ്മുടെ വേദ നഗരം ഇപ്പോൾ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒഴിയുന്നു. ഇപ്പോൾ നഗരത്തിൽ ഭൂതങ്ങളുടെ ശല്യം കൂടിയിരിക്കുകയാണ്. ഇവ ആരൊക്കെയാണ്, എവിടെ നിന്ന് വരുന്നെന്ന് ആർക്കും അറിയില്ല. ലഡ്ഡു സിംഗ് സാറേ, ഭൂതങ്ങളെ പേടിച്ച് നമ്മുടെ വേദ നഗരത്തിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂതങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. എന്റെ പരിധിയിൽ ഭൂതമോ? എന്റെ പരിധിയിൽ ഭൂതമോ? ഒരിക്കലും അത് സംഭവിക്കില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും ഭൂതം വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും പെട്ടെന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഭൂതം അപ്പൊ തന്നെ അവിടുന്ന് പേടിച്ച് ഓടും. ഇപ്പൊ സംഭവിച്ചത് ലഡ്ഡു സിംഗ് അവിടെ വന്നില്ല, അതുകൊണ്ട് ഭൂതം അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കഥ? വിഷമിക്കണ്ട, ഇന്ന് രാത്രി നിന്റെ പോലീസ് സ്റ്റേഷനിൽ ഭൂതം വന്നോളും. എന്നിട്ട് കാണാം എന്താ ചെയ്യാൻ പോകുന്നെന്ന് ലഡ്ഡു സിംഗ്. ഇത് ഏതോ ഒരു അജ്ഞാതന്റെ കളിയാ. ഈ വേദ നഗരം മുഴുവനും ശൂന്യമാക്കാൻ ശ്രമിക്കുന്നു. കണ്ടോ നമ്മുടെ ഡോഗ് എത്രമാത്രം പേടിച്ചിരിക്കുന്നെന്ന്. ഇവൻ ആദ്യമായിട്ടാണ് നമ്മളുടെ ഒപ്പം മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ഇതൊന്നും ഭൂതമല്ല, ഏലിയനാണ്. ശരിക്കും ഭൂതത്തിനെ പോലെ തോന്നുന്നേ ഉള്ളൂ. എന്റെ മമ്മിയും പപ്പയും വേദാ നഗരത്തിൽ നിന്ന് പോവാൻ തീരുമാനിക്കുകയാ. ഈ വേദ നഗരം നമ്മുടേത് മാത്രമാണ്. ഇവിടെ നിന്ന് ആർക്കും ഓടിക്കാനാവില്ല. ഇന്ന് രാത്രി ഭൂതത്തിന്റെ യഥാർത്ഥ രൂപം എല്ലാരെയും കാണിക്കണം. വരൂ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അത് ശരി, അപ്പൊ നഗരത്തിൽ ഭൂതം വന്നിട്ടുണ്ടല്ലേ? ഏയ്, അതിനെ പിടിക്കണം ഇപ്പൊ തന്നെ. അതിനെ ഇൻസ്പെക്ടർ, ഗുഡ് ഈവനിങ്. എന്റെ കുതിര കാണാതെ പോയി, അതിനെ അന്വേഷിച്ചു തരുമോ? കുതിര പുറത്ത് പോകുന്ന ഭൂതം എന്റെ കൂട്ടുകാരനാണ്. വേഗം റിപ്പോർട്ട് എഴുതൂ. എങ്ങനെ ഞാൻ എഴുതും? എന്റെ കയ്യെ കിടന്നങ്ങനെ ഇറക്കിയാണല്ലോ, എഴുതാൻ പറ്റുന്നില്ല. ഹായ്, ഞാൻ നിന്നെ കുറെ നേരമായി അന്വേഷിക്കുന്നു. ഈ ഇൻസ്പെക്ടർ നല്ലവനാ. നമുക്ക് ഇവനെ ഭൂതത്തിന്റെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോയാലോ?